സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സാർ. ഇടതുപക്ഷ നയങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് മുതലാളിത്ത സമീപനങ്ങൾക്ക് പാലൂട്ടുന്ന കേരള ജനതയുടെ സാമാന്യബോധത്തെ വെല്ലുവിളിക്കുന്ന CPM നയങ്ങളാണ് സാർ ഈ ബഡ്ജറ്റിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പട്ടികവർഗത്തിനുള്ള 111 കോടി രൂപ, 15 പട്ടികജാതി വിഭാഗങ്ങൾക്ക് 500 കോടി, ലൈഫ് മിഷൻ 180 കോടി, പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ 9 കോടിയിൽ നിന്ന് 7.5 കോടിയായി കുറച്ചു, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുറച്ചു, ഉച്ചഭക്ഷണ തുക കുറച്ചു. ഇങ്ങനെ എല്ലാ തുകകളും വെട്ടിക്കുറച്ചതാണ് ഈ തുക ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, പാവപ്പെട്ട പാചക തൊഴിലാളികളെ അവരുടെ തുക മാസങ്ങളായിട്ട് സാർ മുടങ്ങിക്കിടക്കുകയാണ്. അത് കൊടുക്കാനുള്ള തീരുമാനങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ധാരാളം സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന ആ മേഖല എന്ന് വിളിക്കുന്ന ആ തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തും, പക്ഷേ അതൊന്നും നടപ്പാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സാർ. കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ആരോഗ്യരംഗത്തെ വിദേശത്തു നിന്നുള്ളവർക്ക് ഉൾപ്പെടെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് വിദേശത്തുള്ളവർ പോയിട്ട് നാട്ടിലുള്ളവർക്ക് പോലുമുള്ള ചികിത്സ ലഭ്യമാകാത്തൊരു സാഹചര്യമാണുള്ളത്. പല മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. മരുന്നുകൾ കിട്ടാനില്ല. ആശുപത്രിയിൽ രോഗികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അവിടെ മതിയായ സ്റ്റാഫില്ല. ഉള്ള ആളുകൾക്ക് ജോലിഭാരം മുഴുവൻ രോഗികളുടെ ഇടയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പല മരുന്നുകളും കിട്ടാനില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഡയാലിസിസ് രോഗികളൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അവർക്കുള്ള ഡയാലിസിസിനുള്ള മരുന്നുകൾ അവർക്ക് ലഭ്യമല്ല. പുറമേ നിന്ന് വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരുന്നു. വലിയ സ്വകാര്യ മരുന്ന് കമ്പനികൾ ഇവരെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയാണ് സാർ. ഈ മേഖലയിലേക്ക് ആവശ്യമായ ധനസഹായം ചെയ്ത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക്, പാവപ്പെട്ട ആരോഗ്യരംഗത്തുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് മതിയായ സൗകര്യം ലഭിക്കാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് സാർ പറയാനുള്ളത്. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വനിതകൾക്ക് വിധവാ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി സാർ. ഏകദേശം 6 മാസത്തിലധികമായി ഇവർക്ക് ഈ പെൻഷൻ കൊടുക്കാൻ സാധിക്കാതെ വരുന്നത്. കേരളത്തിലെ കടൽ തീരത്ത് സുരക്ഷിതമല്ല സാർ. കടൽ ഭിത്തികൾ നിർമ്മിക്കുന്ന രീതിയിൽ അശാസ്ത്രീയമായ രീതികൾ തുടർന്നു പോരുകയാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഏകദേശം 10 കിലോമീറ്ററിലധികം കാലപ്പഴക്കത്തിലുള്ള കടൽ ഭിത്തികളാണുള്ളത്. ഇത് വലിയ തോതിൽ ഇവരുടെ ജീവിതത്തെ ബാധിക്കുകയാണ് സാർ. അതിനെ പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. പുനർഗേഹം പദ്ധതി ഉൾപ്പെടെ വളരെ ചെറിയ തുകയാണ് ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത്. ഈ തുക കൊണ്ടൊന്നും സാധാരണക്കാർക്ക് വീട് വെക്കാനോ സ്ഥലം വാങ്ങാനോ ഒന്നും മതിയാകുന്ന ഒരു തുകയല്ല സാർ ഉള്ളത്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള പണം 42,000 കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള 400 കോടി രൂപ കൊടുക്കാനുണ്ട് സാർ. തുടർച്ചയായിട്ട് ഇത്തരം പദ്ധതികൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം. അതുപോലെ തന്നെ കോടതി ഫീസുകൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ കോടതിയിലെ ആശ്രയിക്കുമ്പോൾ അവർക്ക് അതിനുപോലും ഒരു നീതി പോലും ലഭ്യമാക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യവും വർദ്ധിപ്പിച്ചു, ഈ പ്രാവശ്യം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഭൂനികുതി പകുതിയിലധികമാണ് സാർ ഭൂനികുതി വർദ്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാധാരണക്കാരെ ദ്രോഹിക്കുകയാണ് സാർ ഈ ബഡ്ജറ്റ്. ദാരിദ്ര്യത്തിൻ്റെ ശതകോടിയിൽ യഥേഷ്ടം കച്ചവടം നടത്തിയിട്ടും രക്ഷ കാടാതെ വൻ ഇളവുമായിട്ട് മദ്യനിർമ്മാണ കമ്പനിക്ക് രംഗത്തിറക്കിയിരിക്കുകയാണ് സാർ ഈ തൊഴിലാളി സർക്കാർ. മദ്യനിർമ്മാണ കമ്പനിയാകട്ടെ കേരള സർക്കാരിൻ്റെ ഈ മദ്യനയം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലേക്കൊക്കെ ഇപ്പം നീങ്ങുന്നത് കാണാൻ സാധിക്കുകയാണ്. ഇതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പുതിയ നയമാണോ എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും സാർ. ഈ രൂപത്തിൽ അതുപോലെ തന്നെ കേന്ദ്ര അവഗണനയെപ്പറ്റി വാദോരാതെ സംസാരിക്കുന്ന ഭരണപക്ഷവും സർക്കാരുമൊക്കെ ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളെ ഏത് രൂപത്തിലാണ് അവഗണിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ 16ഉം 17ഉം കോടിയൊക്കെ കൊടുത്തപ്പോൾ 5 കോടി രൂപ മാത്രമാണ് എൻ്റെ മണ്ഡലത്തിലേക്ക് നീക്കി വെച്ചിരിക്കുന്നത് സാർ. അവിടെ ഒരു ഹാർബർ, ചോമ്പാൽ ഫിഷിംഗ് ഹാർബർ വളരെ കാലമായിട്ട് വലിയ പരിതാപകരമായ അവസ്ഥയിലാണ്. നിരവധി പ്രാവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സാർ. ഈ ബഡ്ജറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുക നീക്കി വെക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. കിഫ്ബി സർക്കാരിൻ്റെ മറ്റൊരു തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിനെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.